ഓഹോ, എണ്ണീറ്റോ? എണ്ണീക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുവായിരുന്നു. ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റത്തില്ലല്ലോ. ഇതെന്നാടി ഈ ബാഗൊക്കെ ആയിട്ട്? നീ രാവിലെ എങ്ങോട്ടാ? ഇനി ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. നിൽക്കാനേ പറ്റത്തില്ല. ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത വിധം എന്നാടി സംഭവിച്ചു? നിങ്ങളൊരു മനുഷ്യനാണോ? ഇന്നലെ വൈകിട്ട് നിങ്ങൾ എന്നതാ ഇവിടെ കാണിച്ചു കൂട്ടിയ? നിങ്ങൾക്ക് വല്ല ഓർമ്മയുണ്ടോ? എടി, അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോടി. നിങ്ങളൊന്നും ചെയ്തില്ലല്ലേ? ഇനി എന്റെ വാഗൊണ്ട് തന്നെ അത് പറയാനായിരിക്കും. ഇന്നലെ രാത്രി നിങ്ങൾ കുടിച്ചിട്ട് വന്നിട്ട് എനിക്ക് പിള്ളേർക്ക് സൗകര്യം തന്നിട്ടുണ്ടോ? എല്ലാ പാത്രങ്ങളും എറിഞ്ഞ് പൊട്ടിച്ച്. എന്നാ പോട്ടെ, എവിടെയെങ്കിലും പോയി സമാധാനമായിട്ട് ഇരിക്കാന്ന് വെച്ചാല് കുച്ചു 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 കുച്ചാന്ന് വർത്താനം പറഞ്ഞോണ്ടിരിക്കും. എന്നാ ചെയ്യാനടി? എനിക്ക് രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ ഒരു ധൈര്യം വരുള്ളൂ. ധൈര്യം വന്നു കഴിഞ്ഞ് എന്റെ മനസ്സിലുള്ളതെല്ലാം ഞാൻ വിളിച്ചു പറയും. കെട്ടിയവളായ നീ അല്ലേടി പൊന്നെ അത് ക്ഷമിക്കേണ്ടത്. അയ്യോ എന്റെ പൊന്നോ, മതിയായി. ക്ഷമിച്ചതും മതി, നിങ്ങളുടെ കൂടെ ജീവിച്ചതും മതി. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കാനേ പറ്റത്തില്ല. എടി, നീ അങ്ങനെ പെട്ടെന്നൊന്നും തീരുമാനിക്കാതെ. ഇല്ല, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഓഹോ, ഇത് നിന്റെ അവസാന തീരുമാനമാണോ? ആ അതെ. എന്നാ നീ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി ഇവിടെ നിൽക്കണ്ട, ഇറങ്ങിക്കോ. ഇറങ്ങാനോ? ആരിറങ്ങാൻ? ഇത് നിങ്ങളുടെ ബാഗ്, ഇതിനകത്തിരിക്കുന്ന നിങ്ങളുടെ തുണി. ഇനി ഒരു നിമിഷം പോലും വീട്ടിൽ നിൽക്കണ്ട, ഇറങ്ങിക്കോ. നിങ്ങൾ നോക്കൊന്നും വേണ്ട, ഇതെന്റെ മാപ്പ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാ. നിങ്ങളെപ്പോലുള്ള ഒരാളുടെ കൂടെ ഇറങ്ങി വന്നതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. നിന്റെ വർത്താനം കേട്ടാ കരുതല്ലോ ലോകത്ത് കള്ളുകുടിയനായിട്ട് ഞാൻ മാത്രമേ ഉള്ളെന്ന്. അയ്യോ, അത് എല്ലാ കള്ളുകുടിയന്മാരും അങ്ങനെ തന്നെയാ പറയുന്നത്. അതിന് ഞാൻ നിന്റെ കെട്ടിയവനല്ലേ? പക്ഷെ ഒരു കള്ളുകുടിയന്റെ ഭാര്യയും മക്കളെ ഈ സമൂഹം എങ്ങനെയാ നോക്കിക്കാണുന്നതെന്ന് നിങ്ങൾ ഒരു തവണയെങ്കിലും ചിന്തിച്ചു നോക്കണം.